മസാലയൊന്നും വഴറ്റാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തോ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് മഞ്ഞ ഇതുപോലെ ഒന്ന് മാറ്റുന്നുണ്ട്. 3 മുട്ടയുടെയും മഞ്ഞ മാറ്റിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു മഞ്ഞ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ ഒറിഗാനോയും പിന്നെ 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം ചില്ലി ഫ്ലേക്സിൽ എരിവുണ്ടാവും, അപ്പോൾ ഒരുപാട് എരിവ് കൂടി പോവണ്ട. അപ്പോൾ ഒരു മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരു മഞ്ഞയും അതുപോലെ മസാലകളൊക്കെ പൊട്ടാറ്റോയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് ഇതുപോലെ വരണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മുട്ടയുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വെള്ളം എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു പുറം ഭാഗം, മുട്ടയുടെ ആ ഒരു വെള്ളയുടെ പുറം ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ ഒരു മാവ് ഇതുപോലെ കുറേശ്ശെ കയ്യിലെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് മുട്ടയുടെ വൈറ്റ് ഭാഗത്തിൻ്റെ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ആ ഒരു മഞ്ഞയുടെ ഭാഗത്തായിട്ട് മൊസറല്ല ചീസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ പീസ് വെച്ചിട്ട് ഒന്ന് ഇത് അടച്ചു കൊടുക്കുക കേട്ടോ. ആ ഒരു മുട്ടയുടെ ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കുക. ഇനി ഫുള്ളായിട്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം ഒരു മുട്ടയുടെ വൈറ്റ് ഭാഗം നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു മാവ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഇതുപോലെയുള്ള ഒരു ലൂസ് ബാറ്റർ ആക്കി എടുക്കുക കേട്ടോ. ഈ ഒരു രീതിക്കുള്ള ബാറ്റർ ആയാൽ മതി. ഒരുപാട് കട്ടിയും വേണ്ട, എന്നാൽ ഒരുപാട് വെള്ളമായിട്ടും വേണ്ട. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പീസ് ഉണ്ടല്ലോ, ഒരു മുട്ടയുടെ ബോൾ, അത് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ സേമിയ എടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ടുള്ള സേമിയയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലൊന്ന് നന്നായിട്ട് ഇതുപോലെ കോട്ട് ചെയ്ത് കൊടുക്കാം. 3 പീസും ഇതുപോലെ കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഇടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ എല്ലാ ഭാഗവും ഒരേപോലെ കളറായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് പൊരിച്ചെടുത്ത് കോരിയെടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല ചീസി ആയിട്ടുള്ള സ്റ്റഫ്ഡ് എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.